എല്ലാവർക്കും നമസ്കാരം. പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തായ സുരേഷിൻ്റെ ഓട്ടോയിലാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നത്. ചെറുതോണിയിൽ നിന്നും കട്ടപ്പനയ്ക്കാണ് ഞാൻ ആദ്യം പോകുന്നത്. ഇത് ചെറുതോണിക്കും ഇടുക്കിക്കും ഇടയിലുള്ള ആലഞ്ചുവട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു ആൽമരം ഉള്ളതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ആ പേര് വന്നത്. ആ കാണുന്ന മരങ്ങൾക്കിടയിലൂടെ കാണുന്നതാണ് ഇടുക്കി ഡാം. ഇത് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ്. കോട്ടയത്തിനുള്ള ബസ്സിൽ കയറി യാത്ര തുടരുകയാണ്. കട്ടപ്പനയിൽ നിന്നും കോട്ടയത്തേക്കുള്ള പ്രധാന പാത കോട്ടയം കുമളി റോഡാണ്. ഇത് പൊതുവെ KK റോഡ് എന്നറിയപ്പെടുന്നു. ഹൈവേ നമ്പർ 183. ഇത് കട്ടപ്പന നഗരത്തിൽ തന്നെയുള്ളൊരു ഗ്രൗണ്ടാണിത്. ഞാൻ കോട്ടയത്തിന് പോകുന്നത് നരിയമ്പാറ, കാഞ്ചിയാറ്, മേരികുളം, ഏലപ്പാറ, കുട്ടിക്കാനം വഴിയാണ്. കട്ടപ്പന 2015 നിലയിൽ വന്ന ഒരു നഗരസഭയാണ് ഇന്ന്. കട്ടപ്പന ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു വാണിജ്യ നഗരമാണ്. ഈ കാണുന്നത് നഗരത്തിൽ തന്നെയുള്ള പ്രശസ്തമായ സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. മനോഹരമായൊരു ഡിസൈനും കളർ കോഡുമാണ് ഈ സ്കൂളിനുള്ളത്. സ്കൂൾ കഴിഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളായ സെൻറ്റ് ജോൺസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ആൻഡ് സെൻറ്റ് ജോൺസ് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച്, അത് കഴിഞ്ഞാൽ കാണുന്നതാണ് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ കട്ടപ്പന. വളരെ പ്രശസ്തമായൊരു ഹോസ്പിറ്റലാണ് അത്. ഇത് നഗരത്തിനടുത്തുള്ള സ്ഥലമാണെങ്കിൽ തന്നെയും ഇവിടെ ഏലം കൃഷി ചെയ്തിരിക്കുന്നത് കാണാം. ഇതൊക്കെയാണ് ഈ മേഖലയുടെ പ്രത്യേകതകൾ. കട്ടപ്പനയിൽ നിന്നും കോട്ടയത്തേക്ക് അപ്രോക്സിമേറ്റ്ലി 124 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഈ കാണുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഒരു അക്കാഡമിയാണ്. ഇപ്പോൾ കണ്ടത് KPS മാരുതി പെറ്റ്സ് ക്ലിനിക്കും. ഇത് നരിയമ്പാറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയൊരു ടൗണാണ്. ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാം, റോഡിൻ്റെ ഇരുവശത്തും കൃഷി ചെയ്തിരിക്കുന്ന ധാരാളം സ്ഥലങ്ങളും റെസിഡൻഷ്യൽ ഏരിയകളും അതുപോലെ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാം. ഇപ്പോൾ കണ്ടത് യൂസ്ഡ് കാറിൻ്റെ ഒരു ഷോറൂമാണ്. പശ്ചിമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഹൈറേഞ്ച് പാതയായതുകൊണ്ട് തന്നെ ധാരാളം വളവുകളും തിരിവുകളുമുള്ള മനോഹരമായൊരു റോഡാണിത്. ഈ പാതയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ ഉപ്പുതറയും ഏലപ്പാറയും കുട്ടിക്കാനവും മുണ്ടക്കയവും കാഞ്ഞിരപ്പള്ളിയും പൊൻകുന്നവും പാമ്പാടിയും കഴിഞ്ഞാണ് കോട്ടയത്ത് എത്തിച്ചേരുന്നത്. ഈ സ്ഥലങ്ങളുടെ ഇടയിൽ മനോഹരങ്ങളായ ധാരാളം ടൂറിസ്റ്റ് സ്പോട്ടുകളുമുണ്ട്. ഈ റോഡിൻ്റെ വികസനം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ ധനസഹായത്തോടെ മലയോര പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചതാണ്. 40 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ഈ റോഡ് പൂർണ്ണമായും നവീകരിച്ചു. മനോഹരങ്ങളായ റെസിഡൻഷ്യൽ ഏരിയയിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 134.4 കോടി രൂപയിൽ നവീകരിച്ച ഈ പാത 2026 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്തു. കിഫ്ബിയുടെ സഹായത്തോടെ PWD ആണ് നവീകരണം നടത്തിയത്. 12 മീറ്റർ വീതിയിൽ BMBC നിലവാരത്തിലാണ് റോഡ് പുനർനിർമ്മിച്ചത്. ഈ റോഡ് നവീകരിച്ചതോടുകൂടി വാഗമണ്ണിലെയും കട്ടപ്പന മേഖലകളിലെയും നിരവധിയായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കി. ഇവിടെ വരുമ്പോൾ വീടുകളും കൃഷിസ്ഥലങ്ങളും ഇടവിട്ട് കാണാം. പ്രധാനമായും തെങ്ങും ഏലവുമൊക്കെ വളരെ സമൃദ്ധമായിട്ട് വളരുന്ന ഒരു മേഖലകളിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ സൈഡിൽ കാണുന്ന ആ പച്ച നെറ്റിനുള്ളിൽ കൃഷി ചെയ്തിരിക്കുന്നതെല്ലാം ഏലമാണ്. വീണ്ടും റെസിഡൻഷ്യൽ ഏരിയയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാഞ്ചിയാർ എന്നറിയപ്പെടുന്ന ചെറിയൊരു ടൗണിലേക്കാണ് ഇനി എത്തിച്ചേരുന്നത്. ഇവിടെ ഒരു പള്ളിയുണ്ട്, സെൻറ്റ് മേരീസ് ചർച്ച്, കാഞ്ചിയാർ. കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് കീഴിൽ വരുന്ന പള്ളി ആ കാണുന്നതാണ്. 1961 69 ആണെന്ന് തോന്നുന്നു ഈ പള്ളി പുനർനിർമ്മിച്ചത്. ഞാനിപ്പോഴും ഓർക്കുന്നു, കാഞ്ചിയാർ ടൗണിന് മുമ്പാണോ അതോ അതിന് ശേഷമാണോ എന്നറിയില്ല, റൈറ്റിലേക്ക് തിരിഞ്ഞുള്ളൊരു വഴിയിലൂടെ അഞ്ചുരുളി ടണൽ കാണാൻ പോയ കാര്യം. അഞ്ചുരുളി ടണലും
ടണലിനോട് ചേർന്നുള്ള മനോഹരങ്ങളായ സ്ഥലങ്ങളും കാണാൻ വേണ്ടി 2 തവണ ഞാൻ പോയിട്ടുണ്ട്. രണ്ടാമത്തെ തവണ ഞാൻ പോയത് യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന്നും ഞാൻ ഓർക്കുന്നു. ഇനി അടുത്തതായി പോകുന്നത് ലബ്ബക്കട എന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ പ്രശസ്തമായൊരു കോളേജുണ്ട്, JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ആ കാണുന്നതാണ്. 2005 സ്ഥാപിതമായ ഈ കോളേജ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. വൺ ഓഫ് മൈ കസിൻ ഈ കോളേജിലാണ് BEd ചെയ്തത്. ഇപ്പോൾ ഈ കോളേജിൽ BEd കോഴ്സ് ഉണ്ടോ എന്നറിയില്ല. എന്തുകൊണ്ടായിരിക്കും ഈ സ്ഥലത്തിന് ലബ്ബക്കട എന്ന പേര് വന്നത്? കാർഷിക മേഖലകളുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു ടൗണും കൂടിയാണിത്. ഇവിടെ വന്നപ്പോൾ ഭൂപ്രകൃതിക്ക് മാറ്റം വന്നതുപോലെ തോന്നൽ. അങ്ങ് ദൂരെ വലിയ മലനിരകളൊക്കെ കണ്ടു തുടങ്ങി. റോഡ് വളഞ്ഞും തിരിഞ്ഞും ആ കാണുന്ന മലനിരയുടെ സമീപത്തേക്കാണ് പോകുന്നത്. മാത്രവുമല്ല, ജനസാന്ദ്രത കൂടിയ ഒരു സ്ഥലത്തു കൂടിയാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ കെട്ടിടങ്ങളെല്ലാം പണിതിരിക്കുന്നത് മലയോട് ചേർന്നിരിക്കുന്ന സ്ഥലത്താണ്. ഇവിടെ വരുമ്പോൾ റോഡിന് വീതി കൂട്ടിയിരിക്കുന്നത് വലിയ മലകളും പാറകളും അരിഞ്ഞെടുത്താണ്. വലിയ പാറ പൊട്ടിച്ച് റോഡിന് വീതി കൂട്ടിയിരിക്കുന്ന സ്ഥലത്ത് സംരക്ഷണ ഭിത്തിയുടെ ആവശ്യമില്ല. എന്നാൽ മറ്റിടങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നതും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ പോകുന്നതും ഒക്കെ ഇവിടെ കാണാം. വീണ്ടും നിരപ്പായ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നു. ഇവിടെ നമുക്ക് വീണ്ടും കാണാം കൃഷി ചെയ്തിരിക്കുന്ന ധാരാളം സ്ഥലങ്ങൾ. ഇവിടെ വേറെ എന്തോ തരത്തിലുള്ള കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. ഇനി പോകുന്നത് ഇടുക്കി ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയയായ വെള്ളിലാങ്കണ്ടത്തേക്കാണ്. ഇതാണ് ആ സ്ഥലം. മഴക്കാലത്ത് ഇവിടെ നിറച്ച് വെള്ളമാണ്. വളരെ മനോഹരമായൊരു കാഴ്ചയും. വെള്ളിലാങ്കണ്ടം കഴിയുന്നതോടുകൂടി ചെറിയൊരു വർക്ക്ഷോപ്പും അതിനോട് ചേർന്ന് തന്നെയുള്ള കാർ വാഷിംഗ് സെൻറ്ററും കാണാം. അതും കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഫിഷ് മാർട്ടും ചിക്കൻ സെൻറ്ററും കാണാം. ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് മാട്ടുക്കട്ട എന്ന ചെറിയൊരു ടൗണിലേക്കാണ്. മാട്ടുക്കട്ടയ്ക്ക് വളരെ അധികം വികസന സാധ്യത കൂടുതലുള്ള ഒരു ടൗണും കൂടിയാണ്. മാട്ടുക്കട്ട എന്ന ചെറിയൊരു ടൗൺ കഴിയുന്നതോടുകൂടി ചെല്ലുന്നത് മേരികുളം എന്ന മറ്റൊരു ടൗണിലേക്കാണ്. അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളും പള്ളിയുമൊക്കെ ഉള്ള സ്ഥലമാണ്. റോഡിലൂടെ കുട്ടികളും സ്കൂൾ ബസ്സും ഒക്കെ പോകുന്നത് കാണാം. സ്കൂളിൻ്റെ പ്ലേ ഗ്രൗണ്ടാണ് ഇടത് സൈഡിൽ താഴെ കാണുന്നത്. ഒരു സ്കൂൾ കാലത്ത് ഒരു വൈകുന്നേരമായിരുന്നു യാത്ര ആയതുകൊണ്ട് കുട്ടികൾ ബസ്സിൽ കയറാനുള്ള തിരക്കിലാണ്. മേരികുളത്തു നിന്നും അങ്ങനെ യാത്ര പുറപ്പെടുകയാണ്. എന്തൊക്കെ പേര് അല്ലേ, മേരികുളം, ലബ്ബക്കട, മാട്ടുക്കട്ട എന്നൊക്കെ. ഇവിടെ എത്തിയപ്പോൾ വീണ്ടും ടെറൈനിൽ വ്യത്യാസം കണ്ടു തുടങ്ങി. കാട് നിറഞ്ഞ മലകൾ കണ്ടു തുടങ്ങി. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം ശബരിമല എന്നെഴുതി ബോർഡ് വച്ചിരിക്കുന്നത്. അങ്ങനെ മറ്റൊരു ചെറിയ ടൗണിലൂടെയാണ് പോകുന്നത്. ഇതാണ് ഇവിടെ വരുമ്പോഴുള്ള റോഡിൻ്റെ അവസ്ഥകൾ. ഇതുപോലെയുള്ള വലിയ പാറകൾ പൊട്ടിച്ചാണ് ഇവിടെ റോഡിന് വീതി കൂട്ടിയിരിക്കുന്നത്. അത് കഴിയുമ്പോൾ ഇവിടെ മനോഹരമായി പണിതിട്ടുള്ള സംരക്ഷണ ഭിത്തി കാണാം. എത്രമാത്രം വലിയ പാറക്കെട്ടുകൾ പൊട്ടിച്ചാണ് ഇവിടെ റോഡിന് വീതി കൂട്ടിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ. അതാ ഇവിടെ ചെറിയൊരു റബ്ബർ തോട്ടം കാണാം. എല്ലായിടത്തും സംരക്ഷണ ഭിത്തി നിർമ്മിക്കേണ്ട ആവശ്യകതയില്ല.
ഇനി ചെല്ലുന്നത് കിഴക്കേ ചപ്പാത്ത് എന്ന സ്ഥലത്തേക്കാണ്. ഒരു കാലത്ത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പേരിൽ രാപ്പകൽ സമരം നടന്നതായിരുന്നു ഇവിടം. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വരുന്ന ജലം ഇടുക്കി ഡാമിലേക്ക് പോകുന്നത് ഈ ചപ്പാത്തിലൂടെയാണ്. കിഴക്കേ ചപ്പാത്ത് കഴിഞ്ഞതോടുകൂടി തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. ഇനിയുള്ള യാത്രകൾ തേയിലത്തോട്ടങ്ങളിലൂടെയാവാം കുറേ ദൂരം. യാത്ര തുടരുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.